ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ പ്രിയപ്പെട്ട സിറാജുദ്ദീൻ നിക്കൽ, ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ പ്രിയപ്പെട്ട സുഹൃത്ത് ഹാരിസ് മലിയക്കൽ, ഇവിടെ നമ്മൾ സംസാരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അതേപോലെ തന്നെ അലിബ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ബാക്ക് ബോണായി പ്രവർത്തിക്കുന്ന ഷെരീഫ് കുറ്റൂർ, മറ്റേ ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഈ നാട്ടിലെയും ഈ പ്രദേശത്തെയും നെടുന്തൂണുകളായി പ്രവർത്തിക്കുന്ന സഹോദരന്മാർ, പിന്നെ എൻ്റെ വിദ്യാർത്ഥിയും സുഹൃത്തുമായ പ്രിയപ്പെട്ട ഫർഷാദ്, എല്ലാറ്റിലുമുപരി ഈ നാട്ടിലെ ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നിട്ട് പോലും ജുമാ കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ പ്രാർത്ഥന നിർവഹിച്ച ഉടനെ നമ്മുടെ നാട്ടിൽ സജ്ജീകരിച്ചിട്ടുള്ള ഈ പന്തലിൽ വളരെ നേരത്തെ തന്നെ നമ്മൾ എത്തുകയും കുടുംബം എന്നതുമായി ബന്ധപ്പെടുത്തി ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സംസാരം കേൾക്കാനോ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ, കൊച്ചുകുട്ടികളുടെ പരിപാടികൾ കാണുന്നതിനൊക്കെ വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ ഘട്ടങ്ങളിലും ഓരോരോ ഉത്കണ്ഠകളാണ്. ഉത്കണ്ഠ നിറഞ്ഞ ഒരു ജീവിതമാണ് ഇന്ന് മനുഷ്യൻ നയിക്കുന്നത്. എല്ലാവർക്കും എല്ലാവരെക്കുറിച്ചും ഒരു തരം ജിജ്ഞാസയാണ്. ഇന്ന് കുടുംബത്തിൻ്റെ താളം മറ്റേതൊക്കെയോ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലം. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഇന്ന് ഈ പരിപാടിക്ക് ഇവിടെ വരുമ്പോൾ, ഇവിടെ ഒരു മാസം മുമ്പാണെന്ന് തോന്നുന്നു, പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ ഈ പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കുമ്പോൾ സിറാജുദ്ദീൻ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടുന്ന സമയത്ത് ഈ പരിപാടി KMCCയുടെ പ്രത്യേകിച്ച് വലിയോറ പരപ്പിൽപ്പാറ എന്നറിയപ്പെടുന്ന ഇവിടെ KMCCയുടെ ഹരിതഹസ്തം എന്ന് പറയുന്നതിൻ്റെ പേരിൽ നടപ്പിലാക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവരിതെല്ലാം ഒരുക്കിയിട്ടുള്ളത്. നിങ്ങളെയൊക്കെ പോലെ തന്നെ കുറച്ച് തിരക്കുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നവരും. അതുകൊണ്ട് തന്നെ ദിവസേന 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെയാണ് ഇപ്പോൾ പ്രസംഗം. ഇന്നലെ ഏകദേശം 9 മണിക്കൂറോളമാണ് 3 സ്ഥലങ്ങളിലായി പ്രസംഗിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദത്തിൽ കുറച്ച് മാറ്റങ്ങൾ ചിലപ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടാവാം. അതുകൊണ്ട് എൻ്റെ സംസാരമോ അല്ലെങ്കിൽ അതിലെ ശബ്ദമോ അല്ല നിങ്ങൾ കൂടുതൽ കണക്കാക്കേണ്ടത്, അതിലെ വിഷയമാണ്. വിഷയം കുടുംബമാണ്. ഇവിടെ നമ്മുടെ ഈ പരിസരത്തുള്ള സുഹൃത്തുക്കൾ, KMCCയുമായി ബന്ധപ്പെട്ട വളരെ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മോഹിക്കുന്ന സുഹൃത്തുക്കൾ, നമ്മൾ ഇത്രയും ആളുകളെ ഇവിടെ ഒരുമിച്ച് കൂട്ടി. എനിക്കൊരു അത്ഭുതം തോന്നുന്നു. ഒരു ഗ്രാമത്തിൽ ഞാനതിനാദ്യം ഈ സംഘാടകരെ, ഇതിൻ്റെ കമ്മിറ്റിയെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. കാരണം ഇങ്ങനൊരു ദിവസത്തിൽ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ആളുകളെ ഒരുമിച്ച് കൂട്ടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തന്നെയുമല്ല, ഈ പ്രദേശത്തെ എല്ലാ ആളുകളും അതിലൊരുമിച്ച് കൂടുക എന്നത് അതിലും വലിയ പ്രയാസമാണ്. സാധാരണ രാഷ്ട്രീയ പ്രവർത്തനമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആളുകൾ മാത്രമാണ് അതിൽ പങ്കെടുക്കുക. പക്ഷെ ഇവിടെ KMCC ഇങ്ങനെ ഹരിതഹസ്തം എന്നൊരു പരിപാടി മുന്നോട്ട് വെച്ചപ്പോൾ എല്ലാ ആളുകളും, എല്ലാ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളും, എല്ലാ സഹോദരി സഹോദരന്മാരും ഇതിൽ പങ്കാളികളായി എന്നത് ഈ ഒരു കൂട്ടായ്മയുടെ, ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയമാണ്. കുടുംബം ഒരു മനഃശാസ്ത്ര സമീപനം എന്നതാണ് എന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം, സബ്ജക്റ്റ് അതാണ്. അത് ഒരു പക്ഷേ
നിങ്ങളൊക്കെ തന്നെ സംസാരിച്ചാലും ഞാൻ സംസാരിക്കണമെന്നില്ല. കുടുംബത്തെക്കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നേരം പുലരുവോളം അത് ചിലപ്പോൾ പറയേണ്ടി വരും. ഇപ്പോൾ പലയിടങ്ങളിലും ഇതിൻ്റെ കോഴ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ 2-3 സ്കൂളുകളിലൊക്കെ പുറത്തു പോയപ്പോൾ, പുറം രാജ്യങ്ങളിൽ പോയപ്പോൾ അവിടെ ഒരു വർഷത്തെ കോഴ്സാണ് രക്ഷിതാക്കൾക്ക് കൊടുക്കുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ വേറൊരു രീതിയിലായതുകൊണ്ട് ആ കുട്ടികളെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നത് കോഴ്സായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വർഷത്തെ കോഴ്സ്. നമ്മൾ പൂനെയിലൊരു സ്കൂളിൽ പോയപ്പോൾ അവിടെ 3 വയസ്സുള്ള കുട്ടിയെ 4 വയസ്സാകുമ്പോഴാണ് ചേർക്കേണ്ടത്. പക്ഷെ 4 വയസ്സാകുന്നതിൻ്റെ മുമ്പുള്ള ആ ഒരു വർഷം മാതാവോ പിതാവോ സ്കൂളിൽ കോഴ്സിന് ചേരണം. കാരണം അത്രയും പ്രശസ്തമായ സ്കൂളായതുകൊണ്ട് അവിടെ സീറ്റ് കിട്ടണമെങ്കിൽ മാതാവോ പിതാവോ പോയിട്ട് കുട്ടിയെ ചേർക്കുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് അവിടെ പോയി ചേരണം. എന്നിട്ട് എല്ലാ ശനിയാഴ്ചകളിലും അവർക്ക് ക്ലാസ്സാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന വെറും ക്ലാസ് അല്ല, കുറേ മറ്റു കാര്യങ്ങളും. അങ്ങനെ ഒരു വർഷം മൊത്തത്തിൽ പങ്കെടുത്ത് 11ാം മാസത്തിൽ പരീക്ഷ എഴുതണം. ആ പരീക്ഷയിൽ പാസ്സായ രക്ഷിതാക്കളുടെ കുട്ടികളെ മാത്രമേ ആ സ്കൂളിൽ ചേർക്കൂ. ഇന്ത്യയിലെ ഏറ്റവും പ്രമാദമായൊരു സ്കൂളാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബെസ്റ്റ് 20 സ്കൂൾസ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20 സ്കൂളുകളിലൊക്കെ ഇങ്ങനെ പാരൻറ്റിങ് കോഴ്സ് എന്ന് പറഞ്ഞത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനു വേണ്ടി ധാരാളം പദ്ധതികളും ധാരാളം കാര്യങ്ങളും നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ KMCC നടപ്പിലാക്കുന്ന ഈ പദ്ധതി അതിലേക്കുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ വളർച്ചയിലേക്കുള്ള ഒരു ചെറിയ ഊന്നുപലകയാണ്. കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഇനി വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 5-6 കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഈ 6 കാര്യങ്ങൾ ഒന്നിച്ചു കൂടുമ്പോഴാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് മനോഹരമാകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം വാല്യൂസിനെ തിരിച്ചു പിടിക്കൽ തന്നെയാണ്. അഥവാ മൂല്യത്തെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല എങ്കിൽ എല്ലാം കുത്തഴിഞ്ഞു പോകും. വ്യത്യസ്തരായ മതക്കാരാണ് ഇരിക്കുന്നവർ. എല്ലാവർക്കും അവരുടേതായ കർമ്മങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. ആ വിശ്വാസങ്ങൾ ഊന്നിക്കൊണ്ട് തൻ്റെ മക്കളെ യഥാർത്ഥമായ മൂല്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഏതെങ്കിലും സീരിയലിലെ കഥകളോ സിനിമയിലെ കഥകളോ കണ്ടിട്ടല്ല കുട്ടികളെ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ ബുക്ക് സ്റ്റാളുകളുണ്ട്. സാധാരണ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ ആണുങ്ങളും സ്ത്രീകളും യാത്ര ചെയ്യുന്നവരുണ്ടാകാം. അവിടെ ഈ ബുക്ക് സ്റ്റാളിൽ കയറിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുള്ളൊരു സംഭവം, ഞാൻ ഈ എയർപോർട്ടിൽ 1 മണിക്കൂറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബുക്ക് സ്റ്റാളിലൊന്ന് കയറാറുണ്ട്. അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറീസാണ്. വിക്രമാദിത്യ കഥകൾ മുതൽ, അതേപോലെ തന്നെ പഞ്ചനക്ഷത്ര കഥകൾ മുതൽ, പിന്നെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി കുട്ടികളെ പഠിപ്പിച്ച പാഠങ്ങൾ മുതൽ, ശ്രീബുദ്ധ കുട്ടികളോട് ചെയ്തിട്ടുള്ള സിസ്റ്റം മുതൽ ഒരുപാട് സംഭവങ്ങളെ വലിയ വലിയ ബുക്ക് സ്റ്റാളുകളിൽ പോലും നിറച്ചിരിക്കുകയാണ്. കാരണം അത്രത്തോളം രക്ഷിതാക്കൾ കുട്ടികളെക്കുറിച്ച് ജിജ്ഞാസരാണ്. ഈ കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന്. 2 വയസ്സായ കുട്ടിയെ വളർത്തൽ പ്രയാസമല്ല, 4 വയസ്സായ കുട്ടിയെ വളർത്തലും പ്രയാസമല്ല. കുട്ടി വലുതാകും തോറും വളർത്തൽ പ്രയാസമാണ്. 16-കാരനെക്കുറിച്ചാണ് പേടി. ഇപ്പോൾ ഞാനും ഫർഷാദും കൂടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് ഫോണിൽ വിളിക്കുമായിരുന്നത്. ഞാൻ ലാസ്റ്റ് അറ്റൻഡ് ചെയ്തത് ആ ഫോണാണ്, അല്ലെങ്കിൽ ലാസ്റ്റിൻ്റെ തൊട്ട് മുമ്പ്. കാരണം 9ാം ക്ലാസ്സിലെ കുട്ടിയായിട്ടുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ നിങ്ങളെ അറിയിക്കണ്ട എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ അറിയിക്കാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറയാൻ. കഴിഞ്ഞ വർഷം മുതൽ അവന് സിഗരറ്റ് വലി കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ അവൻ വലിച്ചത് കഞ്ചാവാണ് എന്നറിഞ്ഞപ്പോൾ ഞാനാകെ തകർന്നു പോവാണ്. ചിലപ്പോഴൊക്കെ മരിച്ചാലോ എന്ന് പോലും തോന്നിപ്പോവാണ്. എൻ്റെ ഭർത്താവിനെ ഞാനിത് അറിയിക്കണോ അറിയിക്കണ്ടയോ എന്ന ചിന്തയിലാണ്. അഥവാ ഭർത്താവിനെ അറിയിച്ചാൽ നീ കാരണത്താലാണ് എൻ്റെ കുട്ടി ഇങ്ങനെ ആയത് എന്ന് അദ്ദേഹം പറയൂ, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് വിലപിച്ചുകൊണ്ട് ചോദിക്കുന്ന മാതാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളിൽ പോലും 7ാം ക്ലാസ്സിലെ കുട്ടിയുടെ കയ്യിൽ കഞ്ചാവിൻ്റെ പൊതി കൊടുത്തയക്കുന്ന കാരിയേഴ്സിൻ്റെ, അത് വിൽപ്പന നടത്തുന്ന ആളുകളുടെ രീതി നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. നമ്മൾ ഒരുപാട് കൗൺസിലിംഗ് നടത്തുന്ന ഒരാളാണ്.
ആ നിലയ്ക്ക് നമുക്ക് മനസ്സിലായ വല്ലാത്തൊരു സങ്കടം എന്തെന്ന് ചോദിച്ചാൽ, കൊച്ചുകുട്ടികൾ ഇതൊന്നും അറിയുന്നില്ല. അവരുടെ കയ്യിൽ ഇപ്പം പലതും ഉണ്ട്. കാരണം നിങ്ങൾ ജാഗരൂകരാകാൻ വേണ്ടിയിട്ട് പറയുകയാണ്. കുടുംബത്തിൻ്റെ സംവിധാനം തകർന്നുകൊണ്ടിരിക്കുന്നതിൽ നമുക്കുമുണ്ട് പങ്ക്. നമ്മുടെ കുട്ടിയുടെ കയ്യിൽ ഈ ഭാഗത്ത്, ഇടത്തെ കയ്യിൻ്റെ ഈ ഭാഗത്ത് ഒരു തരം അത്തറ് പോലെ പുരട്ടി കൊടുക്കുന്ന രീതി ഇന്നുണ്ട്. അത് ഞങ്ങൾക്ക് കൗൺസിലിങ്ങിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. അതിൻ്റെ സ്മെല്ല് വെറുതെ ഒന്ന് മൂക്കത്ത് വെച്ച് നോക്കിയാൽ കുട്ടികൾക്കൊരു തരം ലഹരി വരും. കഞ്ചാവ് എന്നൊക്കെ വിട്ടു കുട്ടികൾ, അത് വെറുതെ ഒന്നിങ്ങനെ വാസനിച്ചാൽ മതി. അപ്പോൾ കുട്ടികൾക്ക് ഇത് എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിക്കും. കാരണം ചില സ്മെല്ലുകളും ചില മ്യൂസിക്കുകളും മനുഷ്യനെ അഡിക്റ്റ് ആക്കും. നിങ്ങൾ ബോംബെയിൽ പോയാൽ, ബോംബെയിൽ പോകുന്നവരായി കൂടുതൽ ആളുകൾ നിശാ ക്ലബ്ബുകളിൽ മയക്കുമരുന്ന് അടിക്കാതെ മ്യൂസിക് കൊണ്ട് ആളുകൾ മയക്കത്തിലേക്ക് പോകാറുണ്ട്. ചില മ്യൂസിക്കുകൾ പോലും അപകടമാണ്. ഒരു പ്രത്യേകമായ വെപ്രാളത്തോടു കൂടി നമ്മളൊരിക്കൽ വെസ്റ്റ് ആഫ്രിക്കയിൽ പോയപ്പോൾ, വെസ്റ്റ് ആഫ്രിക്കയിൽ ഇതേപോലെ കറുപ്പന്മാർക്കിടയിൽ ഒരു മ്യൂസിക് ഉണ്ട്. അവർ മയക്കുമരുന്നും അടിക്കുന്നൊന്നുമില്ല, ഒരു തരം മ്യൂസിക് കേട്ട് 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 അവരൊരു പ്രത്യേക ലഹരിയിലേക്ക് എത്തുകയാണ്. സ്പിരിച്വൽ മ്യൂസിക് എന്നൊക്കെ അതിനവർ പറയും. ഇങ്ങനെ ലോകം ഇന്ന് അവിടെയാണ്. പക്ഷെ നമ്മൾ രക്ഷിതാക്കൾ ഇതൊന്നും അറിയുന്നില്ല. ഈ സ്പിരിച്വൽ മ്യൂസിക് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥാപനത്തിൽ സർവ്വസാധാരണമായ എന്ന പോലെയാണ് കുട്ടികൾക്കിടയിൽ. ഒരു തരം മ്യൂസിക് കേൾക്കുമ്പോഴേ കാടുന്ന ഈ സീരിയലിലെ മ്യൂസിക്കൊക്കെ ഒരു പരിധി വരെ അതാണ്. സീരിയലിലെ മ്യൂസിക് ഒരു തരം മനുഷ്യനെ വേറൊരു ലോകത്തിലേക്ക് എത്തിക്കുന്ന മ്യൂസിക്കാണ്. അതുകൊണ്ടാണ് അതിനൊരു അഡിക്ഷൻ വരുന്നത്. മ്യൂസിക് പല രീതിയിലുള്ള മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക്കുകൾ കേട്ടാൽ, ഇപ്പോൾ സിനിമ കാണുന്നതിനേക്കാൾ ഹരമായിരിക്കും സീരിയൽ കാണുക എന്ന് പറഞ്ഞാൽ. കാരണം അതിൻ്റെ ഓരോ രംഗങ്ങളും അവതരിപ്പിക്കുന്ന സമയത്തുണ്ടാകുന്ന ഭീകരമായ മ്യൂസിക് നമ്മുടെ അൺകോൺഷ്യസിലേക്ക് കയറുകയാണ്. അപ്പോൾ ചോക്ലേറ്റ് തിന്ന് ശീലിച്ച ഒരു കുട്ടിയെപ്പോലെ നമ്മളും സീരിയലിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നമ്മൾ കാണുന്നതിൽ, കേൾക്കുന്നതിൽ, നമ്മുടെ കുട്ടികൾ സഞ്ചരിക്കുന്നതിൽ എല്ലായിടത്തും ഒരു തരം വിഭ്രാന്തി പരത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവർ ഏത് കോലത്തിലാണ് ഏത് രൂപത്തിലാണ് പോകുന്നത് എന്നറിയാതെ മാതാക്കൾ പ്രത്യേകിച്ച് ദുഃഖത്തിലാണ്. പക്ഷേ മിക്കവാറും ഈ രക്ഷിതാക്കൾക്ക് പറ്റിയ, ഇവിടെ ആണുങ്ങൾ കുറവും പെണ്ണുങ്ങൾ കൂടുതലായതുകൊണ്ട് പറയാണ്, പെണ്ണുങ്ങൾക്ക് പറ്റുന്ന വലിയൊരു ചതിവുണ്ട്. ഇതിൻ്റെ തുടക്കത്തിൽ അത് നമ്മൾ ഭർത്താവിനെ അറിയിക്കില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കില്ല, കുറച്ച് കഴിഞ്ഞാലും അറിയിക്കില്ല. പിന്നെ അറിയിക്കേണ്ട സന്ദർഭം വരുമ്പോഴേക്ക് ഇത് ഓവറായിട്ടുണ്ടാവും. അപ്പോൾ അറിയിച്ചാൽ എന്താകുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇതേപോലെ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന സ്ത്രീകളുടെ എണ്ണം പോലുമുണ്ട്. പ്രണയിച്ച കുട്ടികളോട് കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് ഭർത്താക്കന്മാർ എത്ര പ്രണയത്തിൻ്റെ കേസിലാണ് ഭാര്യമാർ ഒഴിവാക്കുന്നതെന്നറിയാം. മക്കൾ പ്രണയിച്ച കാരണത്താൽ ഭാര്യമാർ ഒഴിവാക്കുക. എന്താ കാര്യം? നീയാണ് ഇതിന് സപ്പോർട്ട് കൊടുത്തതെന്ന്. സത്യത്തിൽ ആ ഭാര്യ സപ്പോർട്ട് കൊടുത്തതൊന്നുമല്ല. ഇത് അറിയിക്കണ്ട, ആരെയും അറിയിക്കണ്ട, ഞാൻ തന്നെ പരിഹരിച്ചോളാം എന്ന് വിചാരിച്ച് ചിലപ്പോൾ പയ്യനെ വിളിച്ചിട്ട് ഉമ്മ തന്നെ പറയും, നീ അങ്ങനെ നിൽക്കരുത് കേട്ടോ, നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ, എൻ്റെ മോളെ പിന്നാലെ കൂടരുത് കേട്ടോ എന്ന് പറയും. പിന്നെയും പയ്യൻ വിളിക്കും, നീ എന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. ഇതൊക്കെ ശരിക്കും റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ എന്നോട് സംസാരിച്ചു എന്ന് കാമുകനായ പയ്യൻ പോലും ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കാലമാണ്. നിങ്ങളുടെ ഭർത്താവിനെ ഞാനിത് അറിയിക്കും, നിങ്ങൾ മാസങ്ങളായി എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ അറിയിക്കും. ഇങ്ങനെ ചുരുക്കത്തിൽ ഒരു തലയിൽ ഇങ്ങനെ, ഒരു തലയിൽ മയക്കുമരുന്നിൻ്റെ അതങ്ങനെ, ഭാര്യമാരും മക്കളുമാകട്ടെ വേറൊരവസ്ഥയിൽ സീരിയലിൻ്റെയും സിനിമയുടെയും ലോകത്തിൽ അങ്ങനെ. ഇങ്ങനെ ചുരുക്കത്തിൽ വളരെ ഭീതിജനകമായൊരവസ്ഥയാണ് പുറത്ത് നടക്കുന്നത് എന്ന് തിരിച്ചറിയാതിരിക്കുന്നത് ശരിയല്ല. കോട്ടക്കൽ പോലുമുള്ള ഒരു സ്കൂളിൽ നമ്മൾ അറിഞ്ഞത് 7ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികളുടെ കയ്യിൽ മയക്കുമരുന്ന് കൊടുത്തുവിടുന്ന കാരിയേഴ്സ് കോട്ടക്കലുണ്ട്. കോട്ടക്കലും ഇതിപ്പോൾ അത്ര ദൂരമൊന്നുമല്ലല്ലോ. അപ്പോൾ ഇതിനെന്താ പ്രതിവിധി? പ്രശ്നങ്ങൾ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ളതെല്ലാം എല്ലാവരും സൂചിപ്പിക്കുന്നത് പോലെ വാട്സപ്പും ഫേസ്ബുക്കും അതിലുള്ള ഒരു ഹായ് മെസ്സേജിലൂടെ HI എന്നടിച്ചാൽ ഹായ് ആയി, അല്ലാതെ HAI അല്ല ഹായ്. വളരെ ഷോർട്ടാണ് ഹായ്, HI. അപ്പോൾ തിരിച്ചിങ്ങോട്ട് ഹായ് ഹായ്. പിന്നീട് അതൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരു ചെറിയ HI എന്ന് പറയുന്ന 2 ലെറ്ററിലൂടെ ഒരു കുടുംബത്തെ ട്രാപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള വല ഇവിടെയെല്ലാം ആയിക്കഴിഞ്ഞു. എത്രയോ ആളുകൾ അതിൻ്റെ പിന്നിലാണ്. ഒരു ദിവസം ചുരുങ്ങിയത്, ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഷെരീഫ് കുറ്റൂർ സാഹിബിനൊക്കെ അറിയുന്നത് പോലെ ചുരുക്കത്തിലൊരു 20-30 ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് ഡെയിലി നമ്മളെ വിളിക്കാറുണ്ട്. 30-ൽ കൂടുതലാണ് ഇപ്പോൾ, ഞാൻ വളരെ ചുരുക്കി പറയാം. പല ജില്ലകളിൽ നിന്നും പല അവസ്ഥകളിലും.
അതിലൊക്കെ ചെറിയ ചെറിയ കാരണങ്ങൾ, അതൊക്കെ പാടെ ഇവിടെ മൈക്കിലൂടെ പറയാനൊന്നും കഴിയില്ല. ആകെ ഭീതി ഉണ്ടാക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് പരിഹാരമാണ് ആവശ്യം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വലുതായി വലുതായി അവസാനം കുടുംബം വല്ലാത്തൊരവസ്ഥയിലാണ്. നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും, പുത്തനത്താണിയുടെ തൊട്ടപ്പുറത്ത് പോലും സ്വന്തം 2 മക്കളെ കിണറ്റിലിട്ടിട്ട് ആ കുട്ടികൾ മരിച്ചൊടുങ്ങുന്നത് വരെ കണ്ടു നിന്നിട്ട് ഉല്ലസിച്ചിട്ട് കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്ന ഉമ്മമാരുടെ കാലമാണ്. ഞാൻ പറയുന്നത് എൻ്റെ വീടിൻ്റെ ഏകദേശം ഒരു 6-7 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് നടന്ന സംഭവമാണ്. നമ്മൾ വിചാരിക്കും ഇതൊന്നും നമ്മളിലേക്ക് കടന്നു വരില്ല എന്ന്. നമ്മൾ വിചാരിക്കുന്ന ഇതൊക്കെ നമ്മുടെ അശ്രദ്ധ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഗൾഫിൻ്റെ ഒരു പളപളപ്പിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്, അതിലേറെ ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ദോഷങ്ങൾ ഒരു പക്ഷേ നാട്ടിൽ നിൽക്കുന്ന എന്നെ പോലെയുള്ള ആളുകൾ അത്ര മനസ്സിലാക്കി കാണില്ല. ആ ദോഷങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നവർ ഗൾഫുകാരാണ്. കാരണം ഗൾഫുകാർക്കാണ് ഇതിന് ഏറ്റവും വലിയ ഭീതിയുള്ളത്. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഉമ്മയെ പറ്റി പറഞ്ഞാലോ ഉപ്പയെ പറ്റി പറഞ്ഞാലോ കാര്യമായിട്ട് ആർക്കും വികാരങ്ങളൊന്നും കൊള്ളാൻ സാധ്യതയില്ല. പക്ഷെ ഗൾഫ് നാട്ടിൽ പോയിട്ട് അവിടുത്തെ സഹോദരന്മാരോട്, അവിടുത്തെ സഹോദരിമാരോട് ഉമ്മമാരുടെ കഥ പറയുമ്പോഴേക്ക് അവർ കരയുന്നത് കുറച്ച് ദൂരെ ആയതുകൊണ്ടാണ്. കാരണം മാതാവും പിതാവും അത്ര ശക്തമായ രീതിയിൽ വളർത്തിയെടുത്തിട്ട് പോലും ആ മാതാപിതാക്കളെ പോലും പരിചരിക്കാൻ കഴിയാതെ അവർ ഗൾഫ് നാടുകളിൽ കഴിയുകയാണ്. ഈ അടുത്തിടെ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അതിൻ്റെ മെസ്സേജ് കിട്ടിക്കാണണം. ഒരു സഹോദരൻ രചിച്ചിട്ടുള്ള ഒരു കൊച്ചു കൃതി പോലെ അതിമനോഹരമായ ചിലതൊക്കെ അങ്ങനെ ഉണ്ടാകും. നമുക്ക് വരുന്ന മെസ്സേജസിലൊക്കെ ചിലതൊക്കെ വായിച്ചാൽ ഒരുപാട് അർത്ഥങ്ങളുള്ള. ഗൾഫിലെ ഒരു വലിയ മാളിൽ ഒരു കുട്ടിയെ 1 മണിക്കൂർ കാണാതായ സംഭവം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവാം. അങ്ങനെ 1 മണിക്കൂർ കാണാതായ സമയത്ത് ഉമ്മ നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. കാരണം വലിയ മാളാണ്. വാപ്പ നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. എല്ലാ ഭാഗത്തും തെരഞ്ഞു നടക്കാൻ മോനെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുന്ന ഈ മാളിൻ്റെ ഈ മെട്രോ മാളിൻ്റെ അതിൻ്റെ ഉള്ളിൽ എവിടെ തെരഞ്ഞു നടക്കാനാണ് കുട്ടിയെ? 1 മണിക്കൂറോളം തെരഞ്ഞപ്പോൾ സെക്യൂരിറ്റിക്കാരൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് കുട്ടിയെ തിരിച്ചു കിട്ടിയ ഉടനെ തന്നെ ഈ പിതാവ് ചെയ്തത് ട്രാവൽസിലോ മറ്റോ ബന്ധപ്പെട്ടിട്ട് ഉടനെ വീട്ടിലേക്ക് ടിക്കറ്റ് അറേഞ്ച് ചെയ്യുകയായിരുന്നു. ഭാര്യ അപ്പോഴും ചോദിക്കുകയാണ്, എന്തിനാ ഇപ്പോൾ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകേണ്ടെന്ന അവസ്ഥ? 1 മണിക്കൂർ കാണാത്തതിൻ്റെ പേരിൽ, 1 മണിക്കൂർ നമ്മുടെ കുട്ടിയെ കാണാത്തതിൻ്റെ പേരിൽ നമ്മൾ ഇത്രയധികം വെപ്രാളപ്പെട്ടെങ്കിൽ, ഇത്രയധികം സങ്കടപ്പെട്ടെങ്കിൽ, ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി വിട്ടു നിൽക്കുന്ന എൻ്റെ ഉമ്മ എത്ര സങ്കടപ്പെടുന്നുണ്ടാകും എന്നെ കാണാതെ. ഇതാണ് പ്രവാസം. സ്വന്തം ഉമ്മമാർക്ക് പോലും മക്കളെ കാണാനുള്ള അവകാശമില്ലാത്ത ഒരു പ്രവാസത്തിലാണ് നമ്മളുള്ളത്. പിന്നെ നമുക്കാകട്ടെ അതങ്ങോട്ട് തലയിൽ കയറിയിട്ട് സ്വന്തം ഉമ്മ ICUവിൽ കിടക്കുമ്പോൾ പോലും പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. അത്രത്തോളം നമ്മൾ അതിൻ്റെ അപ്രമാദിത്വത്തിലാണ്. 2000 ദിർഹമിന് വേണ്ടി 3000 ദിർഹമിന് വേണ്ടി മാസാമാസം അത് കിട്ടുന്നതിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ യാത്രയാക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. എന്നിട്ട് പോലും അതിൻ്റെ ബേജാറ് നമുക്കറിയുന്നില്ല. എന്നിട്ട് പോലും അതിൻ്റെ ദുരിതമെന്തെന്ന് നമ്മൾ അറിയുന്നില്ല. എത്രയോ സഹോദരന്മാർ ഗൾഫിൽ പോയിട്ട് ഈ കാര്യം പറയാൻ നമുക്ക് കഴിയില്ല. എത്രയോ സഹോദരന്മാർ നമുക്കിവിടെ പറയാം. 15 ദിവസത്തെ ലീവിന് വന്നവരുണ്ട്. ഉമ്മ ICUവിലാണെന്ന് അറിഞ്ഞിട്ട് 18 വയസ്സിൽ പാസ്പോർട്ട് എടുത്തിട്ട് പോയത് ഈ ഉമ്മയെ ഹജ്ജിന് കൊണ്ടുപോകാനും ഉംറക്ക് കൊണ്ടുപോകാനുമാണ്. എന്നാൽ ആ മാതാവ് പിന്നീട് അകന്നകന്ന് അവൻ്റെ ശരീരവും അകന്ന് മാതാവിൻ്റെ ശരീരവും ദൂരെയായി. എന്നും മകനെ കാത്തിരിക്കുന്ന ഈ മാതാവിനെ ഒന്ന് കാണാനോ, പഴയ കാലമാണെങ്കിൽ എല്ലാ ആഴ്ചകളിൽ സംസാരിക്കാൻ പോലും കഴിയാതെ 15 ദിവസത്തെ ലീവിന് ഉമ്മ ICUവിലാണ് എന്ന് കേൾക്കുമ്പോൾ 15 ദിവസത്തിന് ലീവിന് വന്നിട്ടുള്ള എത്രയോ സഹോദരന്മാരുണ്ട്. നേരെ എയർപോർട്ടിൽ നിന്ന് ICUവിൻ്റെ മുമ്പിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കരഞ്ഞ് ഡോക്ടർമാരോട് കെഞ്ചി, സിസ്റ്റർമാരോട് കെഞ്ചി തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ICUവിൻ്റെ മുമ്പിലേക്ക് ഇൻറ്റൻസീവ് കെയർ